മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളേക്ക് പോണത് നമ്മളെ മഞ്ചാടിക്കുന്നിലേക്കാണ്. ഒന്നേറെ പോലെ കുട്ടിയതാ അടക്കേ നമ്മൾ നല്ല പണി അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, പ്രകൃതിദത്തമായ സ്ഥലം വളരെ ബ്യൂട്ടിഫുള്ളാണ് ഗായ്സ്. അത് നീല വീട് കാണുന്നുണ്ടോ? ക്യാമറ കാണുന്നുണ്ടോ അറിയില്ല. അതാ ഞാൻ മഞ്ചാടിക്കുന്നിലേക്ക് പോയി വന്നിട്ട് കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ നമ്മൾ നേരെ മഞ്ചാടിക്കുന്നിലേക്ക് പോവാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കുറച്ച് ഫുള്ള് കാടായിന് ഗായ്സ്. കണ്ടറിയില്ല. അത് ഫുള്ളും കാടായിന്. ഇവിടെ ഫുള്ള് കാടായിന്. അപ്പം കാട് വെട്ടി നിറച്ച് കാണുമ്പോൾ അങ്ങോട്ട് വിട്ടുപോയേക്കാം. ഇതാ ഗായ്സ്, കണ്ടാ ബ്യൂട്ടിഫുൾ അല്ലേ? ഇപ്പോൾ വീണേനെ ഗായ്സ്, ഇപ്പോൾ വീഴേനു. കണ്ട ബ്യൂട്ടിഫുൾ അല്ലേ? ബ്യൂട്ടിഫുൾ ഗായ്സ്, ബ്യൂട്ടിഫുൾ സ്ഥലമല്ലേ? ഓക്കെ, അപ്പോൾ എൻ്റെ വീട് ഇവിടുന്ന് കാണിച്ചു തരാം. ഇവിടെ കാണാൻ കഴിയും തോന്നുന്നു. കണ്ടറിയില്ല, നോക്കാം. കാണുന്നില്ല ഗൈസ്. ഞാൻ നമുക്ക് മലയിൽ പോയി വന്നിട്ട് മഞ്ചാടിക്കുന്നിൽ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നേരെ നമ്മൾ മഞ്ചാടിക്കുന്നിലേക്ക് പോവാണ്. വരുമ്പോൾ ഇവിടെ കയറട്ടെ ഗൈസ്. നേരെ മഞ്ചാടിക്കുന്ന് പോവാ. ഓടിക്കണം. ഉണ്ടോ ഈ കാടിൻ്റെ ഉള്ളിലൊരു വീടുണ്ട്. അവിടെ കാടിൻ്റെ ഉള്ളിലൊരു വീടുണ്ട് ഗൈസ്. ഇതിൻ്റെ മുകളിൽ പോയാൽ നല്ല നിരന്ന സ്ഥലമാണ്. വെള്ളിയാറയാണ് ഗൈസ്. വെള്ളിയാറെന്ന് പറഞ്ഞാൽ നല്ല നിരന്ന സ്ഥലമാണ് ഗൈസ്. അപ്പം ഞാൻ ഇനി എന്തെങ്കിലും പോകുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നമ്മൾ മഞ്ചാടിക്കുന്ന് എത്തിയിരിക്കുന്നു. കണ്ടോ ഗൈസ്, ഇത്രയും വലിയ കയറ്റാ. തോറ്റോട്ട് കയറണം നമ്മൾ. എനിക്ക് പിന്നെ എന്തെങ്കിലും കയറി ശീലമായതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെയൊന്നും കയറാനുണ്ട്. ഇതൊരു കുന്നിലാണ് ഈ മഞ്ചാടിമരമുള്ളത്. അതാണ് മഞ്ചാടിക്കുന്ന് എന്ന് പറയുന്നത് ഗൈസ്. എന്താ, നമ്മൾ മഞ്ചാടിക്കുന്നിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഉണ്ടാവില്ല, മഴക്കാലത്തൊക്കെ നല്ലോണം ഒരു വീണെടുക്കുന്നത് കാണാൻ കഴിയും ഗൈസ്. മഞ്ചാടികൾ അങ്ങനെ ഉണ്ടാവും. ഇതാണ് നമ്മളെ മഞ്ചാടിക്കുന്ന്. നമ്മുടെ നമ്മുടെ CPIM LDFിൻ്റെ കൊടിയാണ് ഗൈസ്. അവിടെ ചുവപ്പ് കൊടി. ഒരു ഏട്ടൻ വന്നിട്ടുണ്ട് ബൈക്കിൽ. ഇപ്പോൾ സൈഡ് എടുക്കുക. മഞ്ചാടിയൊക്കെ ഉണ്ട് ഗൈസ്. കണ്ടോ മഞ്ചാടി? കണ്ടോ? മഴക്കാലത്ത് നല്ലോണം മഞ്ചാടിയുണ്ട്. ഇതാണ് മഞ്ചാടീൻ്റെ മരം. കണ്ടോ മുള്ളതാ അത്. ഇപ്പം നമ്മൾ ഉള്ളിൽ പോവാ. ഞാൻ പറഞ്ഞില്ല കാടിൻ്റെ ഉള്ളിലൊരു വീടുണ്ടെന്ന്. പക്ഷെ ഇപ്പം അങ്ങോട്ട് പോകാൻ കഴിയില്ല. അവിടെ നല്ല കാടൊക്കെയാണ്. നമ്മൾ നല്ല കയറിയൊക്കെ ഇതിങ്ങനെ പോയൊക്കെ ഗൈസ്. ഇവിടുന്ന് കാണൂല. ഞാൻ മലയിലേ പോകുമ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഇനി മലയിലേ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ആ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നേരെ നമുക്ക് വീട്ടിലേ പോയാലോ? വീട്ടിലേ അല്ല, ഞാൻ പറഞ്ഞൊരു കുന്നുണ്ട്, അവിടെ നമുക്ക് പോയോക്കാം. നല്ല ഭംഗിയാണ് ഗൈസ്. അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് വിടാം. കിട്ടിയ മഞ്ചാടി എടുത്ത് നമ്മൾ പോവാണ് കേട്ടോ. അയ്യോ, ഒരു മഞ്ചാടി വീണു ഗൈസ്. ഓക്കെ ഗൈസ്, കിട്ടി. ഇതാണ് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക അറിയില്ല. ഇനി ഞങ്ങൾ ഇവിടെ പറയുന്നത് കടുത്തുവെന്നാണ്. ഇത് മേല് തൊട്ട അപ്പം ചൊറിയും ഗൈസ്.
നിങ്ങൾ ഇതിൻ്റെ നാട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്ത് തരണേ. ഇത് തൊട്ടാൽ കൈ തൊട്ടൊന്നും ചൊറിയില്ല, പക്ഷെ കാലൊക്കെ തൊട്ടാൽ നല്ലോണം ചൊറിയും ഗൈസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് എൻ്റെ അനിയന്മാരെ പരിചയപ്പെടുത്തിയോ, ജിക്കു മിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ മിസ്സായിപ്പോയി. ചെറുതാക്കി ഇടുങ്ങാമണിയാ, ചെറുത് മിലു, അതിൻ്റെ പേരാണ് മിലു. മിച്ചു മിലു അല്ലു കൂട്ടല്ലേ. പിന്നെ എനിക്ക് ഒരു ഏട്ടനോടുണ്ട് കേട്ടോ. മറ്റൊക്കെ പറഞ്ഞ് എൻ്റെ മാമൻ്റെ മോനും എൻ്റെ മാമൻ്റെ മക്കളും എൻ്റെ അമ്മേൻ്റെ അനിയത്തീനെ മക്കളെയൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തി തന്നീന്. എനിക്ക് അത് മാത്രമല്ലല്ലേ, എനിക്ക് സ്വന്തമായിട്ട് ഒരു ഏട്ടനോടുണ്ട് ഗൈസ്. അക്കു ഏട്ടൻ, അക്കു വീട്ടിൽ വിളിക്കുന്ന പോലെ ഇതൊക്കെ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് തരണേ കേട്ടോ ഗൈസ്. നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഒക്കെ കാടേനു, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ കഴിയില്ലേനു. ഇപ്പോൾ കാടൊക്കെ വെട്ടി നല്ല ഭംഗിയുണ്ട് ഗൈസ് കാണാൻ. ആ വീട് അത് ടെറസിട്ട്, അത് അമ്മണി ചേച്ചി, ഇത് ഒരു അത് അമ്മണി, ആ ടെറസിട്ട് വീട് അമ്മണി ചേച്ചീൻ്റെയും അമ്മു ചേച്ചീൻ്റെയും. ഈ വീട് കുഞ്ഞിട്ടാട്ടൻ്റെയും, അത് ഒരു ഓടിട്ട് വീടില്ലേ അത് കുഞ്ഞിട്ടാട്ടൻ്റെയും. പിന്നെ ഒരു ഏട്ടനോട് ഉണ്ടേനു, കുഞ്ഞിട്ടാട്ടനും പിന്നെ ഒരു ഏട്ടനോട് ഉണ്ടേനു, പേര് ഞാൻ പറഞ്ഞേ. നല്ല ഭംഗിയില്ലേ, എന്താ അച്ഛൻ ഉണ്ടാക്കുന്നത് സീനാണ് ഗൈസ്. നമ്മളിവിടെ വന്ന് നോക്കണം, ഞാൻ പേര് പറഞ്ഞുതരാം. കുന്നമംഗലത്തിൽ വന്നത് നൊച്ചിപ്പൊയിൽ പറഞ്ഞ സ്ഥലത്ത് ചോദിച്ചു നോക്കിയത്. അതുപോലെ പറഞ്ഞു നൊച്ചിപ്പൊയിൽ പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു നൊച്ചിപ്പൊയിൽ വരികയെന്നൊരു അവിടെ പീടിയ കാണാം, സദ്ദു പറഞ്ഞ പീടിയ, ഒത്തിരി പീടിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഞാൻ ചോദിച്ചാൽ മതി. ശിവാനന്ദൻ പറഞ്ഞ എൻ്റെ അച്ഛനാട്ടോ. അപ്പോൾ ശിവാനന്ദൻ്റെ വീട്ടിലേക്ക് എങ്ങനെയാണ് പോയി പറഞ്ഞത് അതുപോലെ പറഞ്ഞുതരും. നിങ്ങൾ വരണമെങ്കിൽ ചോദിച്ചാൽ മതി ഗൈസ്, അല്ലെങ്കിൽ ചോദിക്കണമെന്നില്ല. അങ്ങനെ നമ്മൾ തിരിയുന്നുണ്ടോ, ഇവിടെ വേലി കെട്ടുന്നുണ്ടോ, മുള്ളുവേലി ഇരുമ്പിൻ്റെ. അപ്പം നമുക്ക് ആ റോട്ടുമ്മലോടി പോകണ്ടല്ലോ, ഇതിൽ പോയാൽ പോരെ, ഇതിൽ പോവാം. ഇതിലൊരു വണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതിൽ പോകാൻ കഴിയാൻ നോക്കട്ടെ, അവിടെ കാടൊക്കെ ആയിരിക്കും, നോക്കട്ടെ. പേടിക്കണ്ട കേട്ടോ, ഒച്ച ഏട്ടന്മാരായിരുന്നു കളിക്കുക. നമ്മൾ ഇതിൽ പോകാൻ കഴിയുമോ, പോകാൻ കഴിയില്ലാണ് തോന്നുന്നു. അയ്യോ അതിലെ പോകാൻ കഴിയില്ലേ, ഇവിടെ നല്ല ഭംഗിയായിട്ട് കായി ഉണ്ടാവും. മൂട്, ഏത് മൂട്, വൈബ് മൂട് ഗായ്സ്. സീൻ സ്ഥലം. ഇതിലെ തന്നെ പോവാം, റോഡിലൂടെ തന്നെ പോവാം, കണ്ടത്തൂടി പോകണ്ട ഗൈസ്. അവിടെ ഫുള്ള് ആടെ വെട്ടിയില്ല പുല്ലൊന്നും. അപ്പം നമുക്ക് റോഡിലൂടെ തന്നെ പോവാം. ഓയ്യോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മളെ വീട്ടിലേക്ക്. ഏതാ വരിക, നമ്മ വിളിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നല്ല ഭംഗി നിറഞ്ഞ സ്ഥലം കേട്ടോ, ഉണ്ടോ, നല്ല ഭംഗി നിറഞ്ഞ സ്ഥലം. ഓക്കെ പോവാണ്, എൻ്റെ ഇവിടെ എത്താനായി ഗൈസ്. നല്ലോണം അതിൻ്റെ ഉള്ളിൽ എന്തോ പാമ്പം കണ്ടുണ്ട് ഗൈസ്. നമ്മുടെ വീട് എത്തിക്കുന്നുണ്ടോ, നീലി ബ്ലൂ കളറുള്ള വീടാണ്. അതിൻ്റെ അതുണ്ടോ MP നായർ ഉണ്ടോ, അത് ആ MP നായർ കറുത്ത ഡ്രസ്സ് ഇട്ട MP നായരാണ് എൻ്റെ അച്ചച്ചൻ, ഇതിൻ്റെ വല്യച്ഛൻ. ഓക്കെ, നമ്മുടെ വീടെത്തി ഉണ്ട് ഗൈസ്. പൂട്ടെ ഞാൻ കേട്ടോ കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോ കാണാം, ബൈ ബൈ.